സാബ്, നാട്ടിലെ ചിറ്റപ്പന്റെ ഫോൺ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വളരെ സീരിയസ് ആണെന്ന് അറിയിച്ചു. രണ്ടുപേരോടും കൂടി ഉടനെ പുറപ്പെടാനും പറഞ്ഞു. കമാൻഡിംഗ് ഓഫീസറോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ലീവ് ആപ്ലിക്കേഷൻ സണ്ണി ഏൽപ്പിക്കണം. ജി സാർ. നീ സൂസനെയും കൊണ്ടുവരേണ്ടതായിരുന്നു. ബോധം വരുമ്പോഴൊക്കെ രാജൻ വന്നില്ലേ, ആ കുട്ടി വന്നില്ലേ, ഇതാ ചോദ്യം. ആ, കൊണ്ടുവരാം. രാജ, അമ്മ വിളിക്കുന്നു. സൂസനെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഇനി പറ്റുമോന്ന് തോന്നണില്ല. അളമാരുടെ താക്കോല എന്റെ മുത്തശ്ശിയുടെ കാലം തൊട്ടുള്ള ആഭരണങ്ങളുണ്ട് അതില്. ഇനി അവളാ അതിന്റെ അവകാശി. ആദ്യമൊക്കെ എനിക്ക് എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ മനസ്സിൽ മുഴുവനും അവളാ. നിനക്കറിയാമോ, എല്ലാ മാസവും ഒരു കത്തെങ്കിലും അവളെ എനിക്ക് എഴുതുമായിരുന്നു. നീ ഒരിക്കലും ആ കുട്ടിയെ വേദനിപ്പിക്കരുത്. ഐശ്വര്യമുള്ളവളാ. അവൾക്ക് നല്ലതേ വരൂ. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൾക്കുണ്ട്. ഹലോ, എന്താ സണ്ണി? ആ, വിളിക്കാം. കൂനൂരിന്ന് ഫോൺ. സണ്ണിയാ. ഹലോ, ഞാൻ സണ്ണിയ. ഒരു കാര്യം അറിയിക്കാൻ വിളിച്ചതാ. പേടിക്കാനൊന്നുമില്ല. എന്താ കാര്യം? പറയൂ. ഇന്നലെ രാത്രി രാജേട്ടൻ പൊയ്ക്കഴിഞ്ഞ് സൂസന് കുറെ സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ചു. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റമക്ക് വാഷ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കി. ഞാൻ ഉടനെ തിരിക്കണോ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് വളരെ കൂടുതലാ. എന്നാ പിന്നെ ഉടനെ ഇങ്ങോട്ട് വരണ്ട. ഐ ടേക്ക് കെയർ ഓഫ് ഹർ. ഓക്കേ? താങ്ക് യു വെരി മച്ച് സണ്ണി. നീ അവിടെ ഉണ്ടെന്നുള്ളത് അവരുടെ ആശ്വാസം. ഓക്കെ. സണ്ണിയും വിളിച്ചു പറയണം. ശവദാഹം രാത്രി തന്നെ നടത്താം. സൂസന് വരാതെ? സൂസന്നയ്ക്ക് വരാൻ പറ്റില്ല. സുഖമില്ലാതെ കിടപ്പില്ല. നാളെ തന്നെ സൂസന്നെയും കൂട്ടി ഞാൻ തിരിച്ചു വരാം. ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. സൂസന്നെ എവിടെ? മേംസ ബെഡ്റൂമിലുണ്ട്. സാബെന്ന് പോയതും ബെഡ്റൂമിൽ കയറി വാതിലടിച്ചു. ഡിന്നർ തയ്യാറാക്കി ഞാൻ വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. അപ്പോഴേക്കും ഭാഗ്യത്തിന് സണ്ണി സാബ് വന്നു. പലതവണ മുട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാതായപ്പോ സംശയം തോന്നി വാതിൽ ചവിട്ടി തുറന്നു. അപ്പോഴേക്കും അബോധാവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ സണ്ണി സാബ് ആശുപത്രി കൊണ്ടുപോകൊണ്ട് രക്ഷപ്പെട്ടു. ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. താൻ്റെ സോഡ ആ ഗ്ലാസും കിടക്കുക. ജി സാബ്.
സാബ് എന്നോട് ദേഷ്യപ്പെടരുത്. ഇനിയെങ്കിലും മേം സാബിനെ വേദനിപ്പിക്കരുത്. അത്രയ്ക്കും പാവമാണ് സാർ. പൗലോസ് പൊയ്ക്കോളൂ, രാവിലെ വന്നാൽ മതി. പൊയ്ക്കോളൂ. ജി സാർ. ഒന്നും പറയണ്ട, എല്ലാ തെറ്റും എന്റേതാ. അമ്മ പോയി. അമ്മയുടെ അവസാനത്തെ ആഗ്രഹം സൂസനെ കാണണമെന്നുള്ളതായിരുന്നു. ആ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരാഗ്രഹമെങ്കിലും എനിക്ക് പാലിക്കണം. സൂസനെ വേദനിപ്പിക്കാതെയുള്ള ഒരു ജീവിതം. സൂസനെ ഗർഭിണിയാവില്ല എന്നറിഞ്ഞപ്പോ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിൽ ഞാൻ വീണുപോയി. കുട്ടികളുണ്ടാവില്ലേ? വേണ്ട, വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം, അത്രയല്ലേ ഉള്ളൂ. അമ്മയുടെ അനുഗ്രഹം മുഴുവനും ഉണ്ട് നിനക്ക്. നമുക്കത് മാത്രം മതി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എല്ലാം മറക്കണം. എല്ലാറ്റിനും എന്നോട് പൊറുക്കണം. സൂസനെ ഇല്ലാതെ ഇനി എനിക്കൊരു ജീവിതമില്ല. സൂസന, സൂസൻ, കണ്ണുടക്കേ. സണ്ണി വന്നു. വാ വാ വാ, കമാൺ. രാജേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. രാജേട്ടാ, അത് ഒന്നും പറയണ്ട. എന്റെ എല്ലാ തെറ്റുകളും സൂസനെ ക്ഷമിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പോവുക. അമ്മയുടെ കണ്ണടയുന്നതിന് മുമ്പ് അമ്മ തന്നെ എന്റെ കണ്ണ് തുറപ്പിച്ചു. അവസാനത്തെ ആഗ്രഹം സൂസനെ ഇന്ന് കാണണമെന്നുള്ളതായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. സൂസനെ എനിക്ക് തിരിച്ചു തന്നതിന് ദൈവത്തോടും നിന്നോടും എനിക്ക് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ എവറിത്തിങ്. കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് വിട്ടു നിൽക്കുക. ഏതായാലും അമ്മയുടെ ചടങ്ങ് കഴിയുന്നവർ എനിക്ക് ഇവിടെ നിന്നേ നോക്കൂ. നാളെ തന്നെ ഞങ്ങൾ പോകും. കമോൺ, യു വിൽ ഹാവ് എ ഡ്രിങ്ക്. നോ താങ്ക് യു. യു ക്യാരി ഓൺ. ഐ സീ യു ടുമോറോ. ആ മൂലയ്ക്ക് എവിടെയെങ്കിലും കിടപ്പുണ്ടോ നോക്കണേ. ചിറ്റപ്പൻ ഇനി ഊരുചുറ്റിലൊക്കെ ഒന്ന് നിർത്തണം. നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെ നിൽക്കുക. ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരാം. ഈ കുറ്റിയിൽ കെട്ടിട്ട മാതിരി നിൽക്കാൻ ചിറ്റപ്പന് പറ്റില്ല എന്ന് നിനക്കറിയാലോ. ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? മനസ്സൊന്ന് സ്വസ്ഥമായതിനു ശേഷമേ ഞങ്ങൾ കൂനൂരെത്തൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ധൈര്യമായിട്ട് പോയിക്കോ. കയറൂ. ഹലോ ഡോക്ടർ സാബ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാജേട്ടനപ്പോ വന്നു? ഇന്നലെ വൈകിട്ടെത്തി. വന്ന പാടെ യാത്രാക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഹോപ്പ് എവറിത്തിങ് ഇസ് ഫൈൻ. യെസ്, എവറിത്തിങ് ഇസ് ഫൈൻ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ അത്? എനിക്കൊരു പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ഹൈദരാബാദിലേക്ക്. ഈ വരുന്ന മൺഡേ അവിടെ റിപ്പോർട്ട് ചെയ്യണം. കൺഗ്രാറ്റുലേഷൻസ്.
താങ്ക് യു. നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്നറിഞ്ഞത് ഗുഡ് ന്യൂസ് ആണെങ്കിലും നീ ഇവിടം വിട്ടുപോകുന്നു എന്നറിയുന്നത് ബാഡ് ന്യൂസാ. ഇന്ന് തേഴ്സ്ഡേ, നിന്റെ സെൻഡ് ഓഫ് പാർട്ടി സാറ്റർഡേ. എന്റെ വക ഓഫീസേഴ്സ് മെസ്സേജ്. ഓക്കെ? ഓക്കെ സർ, താങ്ക് യു. ഹലോ. Dear friends, I take this opportunity to break one more good news to you. My wife is pregnant. Give her a big clap. എന്നാ പിരിയാം. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ പോവാൻ. ഓക്കെ, പിരിയാൻ. രാജേട്ടാ, ഞാൻ നാളെ വെളുപ്പിനുള്ള ട്രെയിനിന് പോവും. ഹൈദരാബാദിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം വീട് വരെ ഒന്ന് പോകാൻ. നീ എന്നെ വിട്ട് പോവാ അല്ലടാ? സാരമില്ല. നീ ഓരോ പടിയും ചവിട്ടിക്കയറുന്നത് കാണുന്നതിൽ ഈ ചേട്ടന് സന്തോഷമേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. രാജേട്ടാ, മോള് 1204 കയറി. ഒരു കുട്ടിയെ കണ്ടങ്ങ് കയറിയതാ. ആണോ? ഞാൻ നോക്കിട്ട് വരാം. സ്മിത, സ്മിത, കമോൺ. ഒരു സർപ്രൈസ്. സണ്ണിയോ? നീ ഇവിടെ? ഞങ്ങൾ ഇപ്പൊ ചെക്ക് ഇൻ ചെയ്തേ ഉള്ളൂ. ജസ്റ്റ് ഫോർ എ ഹോളിഡേ. ഞങ്ങളൊരു ഹോളിഡേക്ക് വന്നതാ. ഞാനിപ്പോ ഇവിടെ പാങ്ങോട് ക്യാമ്പില. ഇത് ഡെയ്സി. ഡെയ്സി ഞാൻ എപ്പോഴും പറയാറില്ലേ രാജേട്ടൻ. ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വന്നിരുന്നു. പിന്നെ നിങ്ങളെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. കല്യാണം കഴിഞ്ഞത് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി. പിന്നെ അവിടെ സെറ്റിൽ ചെയ്തു. ഡെയ്സിയുടെ പാരന്റ്സും ബാംഗ്ലൂരിലെ. അതാ നാട്ടിൽ തിരക്കിയപ്പോ വീട് വിട്ടു പോയിരിക്കുകയാണെന്ന് ചിറ്റപ്പൻ പറഞ്ഞത്. പിന്നൊന്നും പറഞ്ഞതുമില്ല. എന്താ മോളുടെ പേര്? നൈസ് നെയിം. സൂസൻ, എ ബിഗ് സർപ്രൈസ്. ഇതാരൊക്കെയാന്ന് നോക്ക്. ഇത് ഡെയ്സി. ഹലോ. ഹലോ. ആദ്യമായിട്ട് കാണുകയല്ലേ? ഏതായാലും ഈ പ്ലസന്റ് സർപ്രൈസ് നമുക്കൊന്ന് ആഘോഷിച്ചോളാം. നമ്മുടെ ചിറ്റപ്പനില്ലേ? ചിറ്റപ്പൻ ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് കൂടാ. പിന്നെന്താ? ഓക്കെ. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണച്ചാക്കിന്റെ മകളെ തന്നെയാണ് ഞാൻ കെട്ടിയത്. അതുകൊണ്ട് 3 കൊല്ലം കൊണ്ട് എന്റെ 3 പെങ്ങന്മാരെയും കെട്ടിച്ചു വിട്ടു. ബാംഗ്ലൂരിൽ ഒരു വീടും വാങ്ങി. അമ്മ ഇപ്പൊ എന്റെ കൂടെ. ആൻഡ് ഐ എം ലക്കി. കാശിന്റെ ഔദാര്യങ്ങളുടെ ഒന്നും ഒരു അഹങ്കാരവും ഇല്ല ഡെയ്സിക്ക്. എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു പാവം പെൺകുട്ടി. രാജേട്ടനും ഹാപ്പി അല്ലേ? ഓ യെസ്, എക്സ്ട്രീംലി ഹാപ്പി. അന്നത്തെ ആ കാർമേഘം നീങ്ങിയതിന് ശേഷം പിന്നെ ഇതുവരെ മാനം കറുത്തിട്ടേയില്ല. ഗുഡ് ഈവനിങ് സണ്ണി. ഗുഡ് ഈവനിങ്. അല്ല, ഇതാര്? ചിറ്റപ്പന? എല്ലാവർക്കും ഇങ്ങോട്ടിരിക്കാം. അല്ല, നീ ഇപ്പൊ എവിടെയാ? ബാംഗ്ലൂരില്. ബാംഗ്ലൂർ നല്ല സ്ഥലം, നല്ല കാലാവസ്ഥ, നല്ല തണുപ്പ്. 4-5 എണ്ണം വീശിയിട്ട് സുഖമായിട്ടാണ് കിടന്നുറങ്ങാം. യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക് യു. ദാ ചിറ്റപ്പനുള്ളത് വന്നു കഴിഞ്ഞു. ചിറ്റപ്പൻ തന്നെ അങ്ങോട്ട് പൊട്ടിച്ചേ. ഈ കുടുംബമേള ഞാൻ സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്നു.